ചരിത്രപാഠം എപ്പിസോഡ് 6 ക്രിസ്തുമതത്തിൻ്റെ സവിശേഷത. റോമാ സാമ്രാജ്യത്തിലെ മിക്ക പ്രവിശ്യകളിലും റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പേർഷ്യയിലെയും ഇന്ത്യയിലെയും പല പട്ടണങ്ങളിലും 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിരുന്നു. അപ്പസ്തോലിക കാലത്ത് റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, ജെറൂസലം, എദേസ തുടങ്ങിയ പട്ടണങ്ങൾ ക്രൈസ്തവ കേന്ദ്രങ്ങൾ ആയി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇത്തരം പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സഭയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ക്രൈസ്തവ സമൂഹങ്ങൾ ആദ്യം രൂപപ്പെടുന്നത് പട്ടണങ്ങളിൽ ആണെങ്കിലും വൈകാതെ തന്നെ ഗ്രാമങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങൾ ആരംഭിച്ചു. ആദ്യകാലത്ത് ഇടത്തരക്കാരും കച്ചവടക്കാരും സൈനികരും തുടങ്ങിയവരാണ് ക്രൈസ്തവരായിക്കൊണ്ടിരുന്നതെങ്കിലും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സമ്പന്ന വർഗത്തിൽപ്പെട്ടവരും അഭ്യസ്തവിദ്യരും ഗവർണർമാരും സൈനിക ഉദ്യോഗസ്ഥരും മറ്റും ക്രിസ്തുമതം സ്വീകരിക്കാൻ തുടങ്ങി. അന്നത്തെ റോമൻ സാമൂഹിക വ്യവസ്ഥിതിയിൽ പ്രഭുവർഗം അഥവാ പട്രീഷ്യൻസ്, സാധാരണ ജനം അഥവാ പ്ലേബിയൻസ് എന്നീ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. 2-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുമതം സ്വീകരിക്കുന്നവരിൽ 1-ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരുടെ അഥവാ പട്രീഷ്യൻസിൻ്റെ എണ്ണം വളരെയേറെ ആയിരുന്നു എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം അഥവാ AD 250 ആയപ്പോഴേക്കും ഒരു മതമർദ്ദനത്തിനും ഇല്ലാതാക്കാൻ പറ്റാത്ത വിധം ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൽ അത്രയേറെ പ്രബലപ്പെട്ടിരുന്നു. AD 305 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദനത്തിൻ്റെ അവസാന കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ ആകെ ഉണ്ടായിരുന്ന 5 കോടി ജനങ്ങളിൽ 70 ലക്ഷം ക്രൈസ്തവരായിരുന്നു. ഇവരിൽ കൂടുതലും പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളായ ഏഷ്യ മൈനർ അഥവാ തുർക്കി, മാസഡോണിയ അഥവാ ഗ്രീസ്, സിറിയ, അർമേനിയ എന്നിവിടങ്ങളിലും പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന ഈജിപ്റ്റ്, ഇറ്റലി, വടക്ക് പടിഞ്ഞാറ് ആഫ്രിക്ക, സ്പെയിൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിലുമായിരുന്നു. അലക്സാണ്ട്രിയയിലെ ക്ലെമൻറ്റ്, ഒരിജൻ, ടസിറ്റസ് എന്നിവരുടെ ഗ്രന്ഥങ്ങൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ അനേകമാണ്. ദിവ്യപുത്രൻ്റെ മനുഷ്യാവതാരത്തിനു വേണ്ടി ദൈവം ഈ ലോകത്തെ ഒരുക്കി. അന്ന് റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന മതങ്ങൾക്ക് മനുഷ്യ മനസ്സുകളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അന്നത്തെ ജനങ്ങൾ പല ദൈവങ്ങളെ മാറി മാറി ആരാധിച്ചിരുന്നതും റോമൻ ചക്രവർത്തിമാർ അവർ കീഴടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പുതിയ മതങ്ങൾ റോമിൽ കൊണ്ടുവന്ന് എല്ലാ ദേവന്മാർക്കുമായി പണികഴിപ്പിച്ചിരുന്ന പാന്തയോൺ എന്ന വിജാതീയ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച് അവയ്ക്കെല്ലാം അൾത്താരുകളും ബലികളും അനുവദിച്ച് അവ നടത്താൻ പുരോഹിതരെയും നിയമിച്ച് കൊടുത്ത് ജനങ്ങൾക്ക് മതവിശ്വാസത്തിന് കൂടുതൽ തിരഞ്ഞെടുപ്പിനുള്ള അവസരം ഒരുക്കിക്കൊടുത്തിരുന്നതും. എന്നിരുന്നാലും പ്രത്യേകിച്ച് യഹൂദ മതത്തിൻ്റെ സ്വാധീനത്താൽ ഏക ദൈവ വിശ്വാസത്തിലേക്ക് ഒരു ചായ്വ്, ഒരാകർഷണം അന്നത്തെ ജനത്തിന് ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം വിശേഷപ്പെട്ട ഗ്രീക്ക് ഭാഷയും സംസ്കാരവും സ്വന്തമായി സ്വീകരിച്ച് പ്രചരിപ്പിച്ചതും വളർത്തിയതും ക്രിസ്തുമത പ്രഘോഷണത്തിന് ഏറെ സഹായകമായി. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി സഭയുടെ വളർച്ചയെ സഹായിച്ചത് ഈശോയുടെ പ്രബോധനങ്ങളുടെ ശക്തിയാണ്. അത്യുദാത്തമായ ഈശോയുടെ പഠനങ്ങൾ ജനങ്ങൾക്ക് പുതുമയും ആന്തരിക ഉണർവും നൽകി. സത്യം എന്താണ് എന്നും സത്യദൈവം ഏതാണ് എന്നും സുവിശേഷം സംശയലേശമന്യെ കാണിച്ചു കൊടുത്തു. എല്ലാ ലോകവിജ്ഞാനത്തെയും അതിശയിക്കുന്നതായിരുന്നു ഈശോയുടെ പ്രബോധനങ്ങൾ. മനുഷ്യ മനസ്സുകളെ അലോസരപ്പെടുത്തിയിരുന്ന ചോദ്യങ്ങൾക്ക് സംതൃപ്തമായ ഉത്തരങ്ങൾ നൽകാൻ അവയ്ക്ക് സാധിച്ചു. വിശ്വസനീയവും സ്വീകാര്യവും സൽവോത്കൃഷ്ടവുമായ ഒരു ജീവിത നിയമമായി, തത്വശാസ്ത്രമായി പലരും ക്രിസ്തുമതത്തെ കണ്ടു. ആദ്യകാല സഭയുടെ കരിസ്മാറ്റിക് സ്വഭാവവും രോഗശാന്തികളും അത്ഭുതങ്ങളും ഇവ സ്ഥിരീകരിച്ചു. ഇതിനെല്ലാം ഉപരിയായിരുന്നു ആദിമ ക്രൈസ്തവരുടെ തീക്ഷ്ണതയും വിശ്വാസ ജീവിതവും പരോപകാര പ്രവൃത്തികളും പരലോക ജീവിതത്തിലുള്ള താല്പര്യവും ലൗകികതയോടുള്ള നിസ്സംഗതയും മതപീഡന കാലത്തെ സ്ഥിരതയും നിശ്ചയദാർഢ്യവും. ക്രിസ്തുമതത്തിൻ്റെ ഇത്തരം സവിശേഷതകളാണ് ഈ മതം വേഗത്തിൽ എല്ലാ രാജ്യങ്ങളിലും പ്രചരിക്കാൻ കാരണമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.